ഹലോ ഹായ്. കുറേ നാളായി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് മുന്നേ ചക്ക സീസണിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോഴേ എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത്. നമ്മുടെ വീട്ടിൽ തന്നെ നാടൻ ചക്കയാണ്. അപ്പോൾ അത് നല്ല തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക വറുക്കാനായിട്ട്. ഇതുപോലെ ചിലതൊക്കെ വലുതാണ്, ചിലതൊക്കെ ചെറുതാണ്. എല്ലാം ഒരേ അളവിൽ അരിയുന്നതാണ് നല്ലത്. ചൂട് കട്ടിയുള്ള ഒരു കടായി ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കുറച്ച് ഇട്ടെടുക്കുക. അമ്മയ്ക്ക് പറയാറുണ്ട് ചക്ക അരിയുമ്പോഴേക്കും ഒരേ അളവിൽ അരിയാൻ നോക്കണമെന്ന്, അല്ലെങ്കിൽ പലതും പല അളവിലായിരിക്കും. പക്ഷെ ഞാൻ അരിഞ്ഞപ്പോൾ കറക്റ്റ് അളവൊന്നുമല്ല. ചക്ക ഒരുവിധം മൂപ്പാകുമ്പോഴത്തേക്കും നമുക്കതേ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പച്ചവെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. അങ്ങനെ കലക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് ഇത് മുക്കാറാകുമ്പോഴേക്കും ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതേ നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. ചക്കയ്ക്ക് അല്ലെങ്കിൽ ഒരു നല്ല മൂത്ത ചക്കയാണ്, നല്ലൊരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം മൂത്ത് പോകും. അപ്പോൾ അതേ നമ്മുടെ വെള്ളം ഒരു മൂപ്പാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ എല്ലാത്തിലും ഒരുപോലെ പിടിക്കും മഞ്ഞൾപ്പൊടി. കുറച്ച് എനിക്കതിന് അളവ് പറയുന്നത് ഞാൻ കുറച്ചൊരു ഏകദേശം. ഞാൻ സാധാരണ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറവാണ് എല്ലാവരും പരാതി പറയണം. അപ്പോൾ അവനവൻ്റെ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ ഇതേ കളർ മാറി വന്നിട്ടുണ്ട്, കണ്ട ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതാണ് പരുവം. അതേ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടും കണ്ട ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കും മനസ്സിലാവും, നല്ല കറുമുറും. അപ്പോൾ ആ ഒരു പരുവത്തിലാക്കിയെടുക്കാം. അങ്ങനെ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടു. അപ്പോഴേക്കാണ് ഒരാൾ ഉണർന്ന് കരച്ചിലായി. പിന്നെ ഞാൻ ആളെയും കൂടി എടുത്തിട്ട് വന്ന് ബാക്കി വറുത്തപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ചിപ്സ്. ചോറ് തിന്നില്ലെങ്കിലും വേണ്ടിയില്ല, ചിപ്സ് എത്ര കിട്ടിയാലും കഴിച്ചോളൂ. ചക്കയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം, കാവറ്റിലാണെങ്കിൽ അങ്ങനെ. കഴിച്ചിട്ട് എൻ്റെ വായിലും വെച്ച് തരും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അയാൾക്ക് ചക്ക കിട്ടേണ്ട സന്തോഷത്തിൽ എനിക്ക് ഉമ്മയൊക്കെ തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.